ഹലോ മക്കളെ, അക്ഷയ് സാറാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളോട് സംസാരിക്കാനാണ് ഇപ്പോൾ സാറ് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. സോ മക്കളെ, നമ്മുടെ ഹയർ സ്റ്റഡീസ് ഒക്കെ കഴിഞ്ഞ് ഒരു പ്രൊഫഷണൽ കോഴ്സിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവരായിരിക്കും നമ്മളെല്ലാവരും. കാരണം ഒരു പ്രൊഫഷണൽ കോഴ്സ് പഠിച്ചെങ്കിൽ മാത്രമേ മികച്ച ഒരു ജോലിയോടുകൂടി കരിയർ സെറ്റാക്കാൻ വേണ്ടി സാധിക്കുള്ളൂ. സോ അത്തരം പ്രൊഫഷണൽ കോഴ്സസ് പഠിക്കണമെങ്കിൽ, ആ കോഴ്സസിലേക്ക് എൻറോൾ ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം എൻട്രൻസ് എക്സാം, കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു എൻട്രൻസ് എക്സാം നമ്മൾ ക്രാക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ ഈ എൻട്രൻസ് എക്സാം ക്രാക്ക് ചെയ്യുന്നത് നമ്മുടെ കേരളത്തിൽ സാധാരണഗതിയിൽ കണ്ടുവരുന്നൊരു ട്രെൻഡ് എന്ന് പറയുന്നത് +2 എത്തുന്ന സാഹചര്യത്തിൽ അല്ലെങ്കിൽ +2 കഴിഞ്ഞിട്ടൊക്കെയാണ് എൻട്രൻസ് എക്സാമിനേഷന് വേണ്ടിയിട്ട് കുട്ടികൾ പഠിച്ചു തുടങ്ങുന്നത്. സോ ആക്ച്വലി ഇതൊരു റോങ് ആയിട്ടുള്ള ട്രെൻഡാണ്. ഇപ്പോൾ നമ്മൾ മറ്റു സംസ്ഥാനങ്ങളിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ അവർ ചെറിയ ക്ലാസ് മുതലേ ഇത്തരത്തിലുള്ള ഫൗണ്ടേഷൻ സെറ്റ് ചെയ്തുകൊണ്ട് മികച്ച റാങ്കിലേക്ക് എത്തുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടാവും. നമ്മൾ തീർച്ചയായിട്ടും ന്യൂസുകളിലൊക്കെ കാണുന്ന കാര്യം തന്നെയാണ്. സോ അത്തരത്തിൽ കേരളത്തിലും അത്തരമൊരു മാറ്റം അനിവാര്യമാണ്. സോ അതിനുവേണ്ടി നമ്മൾ ചെറിയ ക്ലാസ്സുകൾ മുതലേ നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, നമ്മൾ മികച്ച രീതിയിലുള്ളൊരു തയ്യാറെടുപ്പ് ഫൗണ്ടേഷൻ സെറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന 8th CBSE മക്കളോട് ഒരു ബാച്ചിനെ കുറിച്ച് പരിചയപ്പെടുത്താനാണ് ഇപ്പോൾ സാറ് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. ബാച്ചിൻ്റെ പേര് ഫാൽക്കൺ ബാച്ചാണ്. സൈലം ഫൗണ്ടേഷൻ നിങ്ങൾക്ക് സെറ്റാക്കി തരുന്നതിന് വേണ്ടി ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന ഓൺലൈൻ ആയിട്ടുള്ളൊരു ട്യൂഷൻ ബാച്ചാണ് ഫാൽക്കൺ ബാച്ച് എന്ന് പറയുന്നത്. സോ മികച്ച ഫീച്ചേഴ്സ് എൻറിച്ച്ഡ് ആയിട്ടുള്ള ഒരു ബാച്ചിൽ അഡ്മിഷൻ തുടരുന്നുണ്ട്. ഒരുപാട് മക്കൾ എൻറോൾ ചെയ്തിട്ടുമുണ്ട്. ഇനി ഈ ബാച്ചിൻ്റെ കുറച്ച് ഫീച്ചേഴ്സ് ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. നമുക്ക് ക്ലാസ്സുകൾ നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വീക്കെൻഡിലായിരിക്കും നമുക്ക് ക്ലാസ്സുകൾ ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മറ്റു സ്റ്റഡീസിനെ ഇതൊരിക്കലും ബാധിക്കുന്ന രീതിയിലല്ല ക്ലാസ്സുകൾ ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത്. മാത്രമല്ല, ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന കൺസെപ്റ്റുകൾക്ക് ശേഷം നമ്മൾ കുറേ MCQ കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യും. നമുക്കറിയാം, കോമ്പറ്റിറ്റീവ് എക്സാംസിൽ ചോദിക്കുന്ന ചോദ്യങ്ങൾ എന്ന് പറയുന്നത് MCQ ആണ്. സോ MCQനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ അറിയാം, ചോദ്യവും ഉത്തരം ആ ഓപ്ഷനിൽ തന്നെ ഉണ്ട്. പക്ഷേ ശരിയായ ഉത്തരത്തിലേക്ക് എത്താൻ പറ്റാത്തതാണ് പല മക്കളും നേരിടുന്ന പ്രശ്നം. അതുകൊണ്ട് തന്നെയാണ് MCQ മാർക്ക് നേടാനും അതുപോലെ തന്നെ മാർക്ക് നഷ്ടപ്പെടാനും ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യനാണ്. നല്ല പ്രാക്ടീസ് ഉണ്ടെങ്കിൽ മാത്രമേ MCQ കൃത്യമായിട്ട് ക്രാക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കുള്ളൂ. സോ ഈ ഒരു ചെറിയ പ്രായത്തിൽ തന്നെ, അല്ലെങ്കിൽ ഈ ഒരു നിങ്ങൾ പഠിക്കുന്ന 8ാം ക്ലാസ് മുതൽ തന്നെ നിങ്ങൾ ഫൗണ്ടേഷൻ കൂടി സെറ്റ് ചെയ്ത് കൂടുതൽ MCQ കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഹയർ ക്ലാസ്സസ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം നിങ്ങളൊരു കോമ്പറ്റിറ്റീവ് എക്സാം ഫേസ് ചെയ്യുമ്പോൾ അവിടെ കാണുന്ന ചോദ്യങ്ങളും കൃത്യമായി ചുരുങ്ങിയ സമയത്തിൽ കൃത്യമായ ആൻസറിലേക്ക് എത്താൻ നിങ്ങൾക്ക് സാധിക്കും. സോ അനവധി ഫീച്ചേഴ്സ് എൻട്രി ചെയ്തിരിക്കുന്ന ഈ ഫാൽക്കൺ ബാച്ചിലേക്ക് അഡ്മിഷൻ നേരത്തെ പറഞ്ഞ പോലെ തുടർന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോഴാണെങ്കിൽ നമുക്ക് വിഷുവിൻ്റെ ഒരു ഓഫർ കൂടിയുണ്ട്. XVS10 എന്ന കൂപ്പൺ കോഡ് നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ 10% നിങ്ങൾക്ക് ഓഫർ ലഭിക്കുന്നുണ്ട്. മക്കളെ, ഈ ഒരു അവസരം ആരും മിസ് ചെയ്യരുത്. പെട്ടെന്ന് തന്നെ അഡ്മിഷൻ എടുക്കുക, അടിച്ചു പൊളിച്ച് പഠിക്കാം സൈലത്തിനൊപ്പം.